സോംബീനെ കൊല്ലുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് ഹസാർഡ് എന്ന് പറയുന്നത് സോംബീനെ കൊല്ലുകയും ചെയ്യാം, കളിക്കാനും ഇച്ചിരി പാടായിട്ടുള്ളൊരു ഗെയിമാണ്. ഇതിനകത്ത് ഭയങ്കര ഭീകരമായിട്ടുള്ളത്, നിങ്ങൾക്ക് ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണപ്പം അയ്യേ എന്ന് തോന്നുന്ന സോംബീസ് ഒന്നും അല്ല വരുന്നത്. കുറച്ച് മൊട്ടത്തലയന്മാരാണ്, കുറച്ച് മാന്യമായിട്ടുള്ള സോംബീസാണ്. ഈ മാന്യമായിട്ടുള്ള സോംബീസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മളെ കൊന്നുകളയും. അപ്പോൾ ഇതേപോലെയുള്ള ഇഷ്ടം പോലെ സോംബീസിനെ കൊല്ലുക എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നമുക്കൊരു ഗണ്ണ് തന്നിരിക്കും, ആ ഒരു ഗണ്ണ് വെച്ച് നമ്മൾ വെടിവെച്ച് ഇടുക. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾ ഹെഡ് ഷോട്ട് അല്ല കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചത്തു പോകുന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. ഗെയിം മൊത്തത്തിൽ ഒരു ആനിമേറ്റഡ് എൻവയോൺമെൻറ്റ് ആണെങ്കിൽ പോലും നല്ല ഗ്രാഫിക്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഗെയിം ഫിസിക്സും ഉണ്ട്. നിങ്ങളൊരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സോംബീസ് വന്നിട്ട് എല്ലാവരെയും കൊല്ലാൻ പറ്റാണ്ട് ചത്ത് വീഴുന്ന അവസ്ഥയാണ് ഈ ഒരു ഗെയിമിൽ ഉണ്ടാവുന്നത്. ഇതിൻ്റെ എല്ലാ ലെവലും കളിച്ച് ആരെങ്കിലുമൊക്കെ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്തിരിക്കാം. നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഹൈ ഗ്രാഫിക്സ് ഗെയിംസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഷെനോവർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏലിയൻ കില്ലിംഗ് ആണ്. അതായത് വളരെ വിചിത്രമായിട്ടുള്ള അന്യഗ്രഹ ജീവികളെ കൊല്ലുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലാൻ. ഇതെന്ന് വെച്ചാൽ ഒരു ടോപ്പ് ആംഗിളിൽ നിന്നാണ് ഈ ഒരു ഗെയിം മൊത്തത്തിൽ നമ്മൾ കളിക്കേണ്ടത്. ഗ്രാഫിക്സും മൂവ്മെൻറ്റും സൗണ്ട് എഫക്ട്സ് ഒക്കെ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഷോട്ട് ഗൺ ഉണ്ട്. ആ ഷോട്ട് ഗണ്ണിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിൽ ഇടിക്കുന്ന രീതിയിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഷോട്ട് ഗൺ നോയ്സും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി സൗണ്ട് എഫക്ട്സും അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമാണ്. ഇതിനകത്ത് നമ്മളൊരു ടോപ്പ് വ്യൂവിലാണ് ഗെയിം കളിക്കേണ്ടത്. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് എന്ത് സാധനം എപ്പോൾ ചാടി വീഴും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് എയിം ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമാണ്. കറക്റ്റായിട്ട് എയിം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഏലിയൻസ് വന്ന് കടിച്ച് ചന്നം പിന്നം ചെതറി ഇടും. ഓക്കെ, നിങ്ങൾക്ക് വെട്ടാനും കുത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്റ്റോം ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമുണ്ട്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഫൈറ്റിംഗ് സീക്വൻസ് ആണ്. ഇതിനകത്ത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വാരിയർ അയാളുടെ വാളും കൊണ്ട് ഓടി ഓരോ വില്ലൻ്റെ അടുത്തെത്തും. ആ ഒരു വില്ലനെയൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫൈനലായിട്ട് ഒരു ജേമിനെ കുത്തി അതിൻ്റെ അകത്തുനിന്നുള്ള പവർ ആ സ്വാഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ വാളിൻ്റെ അകത്ത് കയറ്റുക എന്നുള്ളതാണ് മെയിൻ തീം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് പലതരത്തിലുള്ള മൂവ്മെൻറ്റുകളുണ്ട്, പലതരത്തിലുള്ള വെട്ടുന്ന രീതികളുണ്ട്. ഇതിനകത്ത് നമ്മൾ വെട്ടിക്കൊല്ലേണ്ട ആളുകളൊക്കെ ഭയങ്കര ഭീകരന്മാരാണ്. അവന്മാരുടെ കയ്യിൽ നിന്ന് ഇടിയൊക്കെ കിട്ടാതെ മാറി നിന്നും അല്ലെങ്കിൽ അതിനെയൊക്കെ ഡോഡ്ജ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് മുന്നേറാനായിട്ട് പറ്റും. എത്രത്തോളം മുന്നോട്ട് പോകുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ വാളിൻ്റെ ശക്തിയും കൂടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ വെട്ടും കുത്തൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. റേസിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് റിയൽ ആയിട്ടുള്ള ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപെക്സ് റേസിംഗ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു റേസിംഗ് ഗെയിമാണ്. ഏകദേശം 300-350 MB അകത്ത് മാത്രമേ ഇതിൻ്റെ സൈസ് ഉള്ളൂ. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വണ്ടി ഓടിച്ച് പോകാനായിട്ട് പറ്റും. ഇതിനകത്ത് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് ടിൽറ്റ് മോഷനും ഉപയോഗിക്കാം, അല്ലാതെ ടച്ചും ഉപയോഗിക്കാം സ്റ്റിയർ ചെയ്യാനായിട്ട്. എങ്ങനെയൊക്കെ സ്റ്റിയർ ചെയ്ത് കഴിഞ്ഞാലും ഞാനൊക്കെ കളിക്കുമ്പോൾ വല്ല വിളയിലോട്ടുമാണ് ഈ കാറ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. പിന്നെ ഗ്രാഫിക്സിനെ പറ്റിയിട്ട് ഡീറ്റെയിലിങ്സ് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളിയാണ്. ഇതിനകത്ത് ഇഷ്ടം പോലെ കാറുകളുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാറുകൾ. മെക്ലാരനും അതുപോലെ തന്നെ ആസ്റ്റൺ മാർട്ടിനും ഇതേപോലുള്ള കാറുകളൊക്കെ നിങ്ങൾക്ക് ഓടിച്ച് കളിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആസ്പോൾട്ടും ഇതേപോലുള്ള ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സ്പേസ് ഇല്ലാത്തവർക്കും ഉള്ളൊരു ഗെയിമാണ്. നിങ്ങൾക്ക് കൗബോയ്സ് സെറ്റപ്പുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡേർട്ടി റിവോൾവർ എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ഗെയിമിൻ്റെ അകത്ത് നമ്മളൊരു കൗബോയ് ആണ്. അതുപോലെ തന്നെ നമ്മളൊരു മതിലിൻ്റെ പുറകിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കും. അതേസമയം നമ്മുടെ എനിമീസ് അല്ലെങ്കിൽ ശത്രുക്കൾ വന്ന് 4 സാധനത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കും. അപ്പോൾ ആ ഒളിച്ചിരിക്കുന്നവരെ നമ്മളിൽ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് വെടിവെച്ച് എല്ലാവരെയും നശിപ്പിക്കണം എന്നുള്ളതാണ് ഗെയിമിൻ്റെ ഒരു തീം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചർ ക്വാളിറ്റിയും ഭയങ്കര എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗെയിമുകൾ പോരാ, കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഗെയിം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കുറച്ച് കാഷ്വൽ ഗെയിം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം, താങ്ക് യു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ.